ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ഞാനും നിങ്ങളും ചെയ്യുന്ന സകലമാന നന്മകളിലും അന്തർഭവിച്ച് കിടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഒരു നന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാതെ അതിലേക്ക് പുറപ്പെടാൻ നമുക്ക് പറ്റൂ? ആ നന്മയിൽ നിന്ന് വിരമിച്ച് പൂർത്തിയായി ആ നന്മയിൽ നിന്ന് നാം വിരമിച്ചു കഴിയുമ്പോൾ അതിന് സഹായിച്ച സൗകര്യമൊരുക്കി തന്ന, മൈൻഡിന് അനുകൂലമാക്കി തന്ന പടച്ചവനെ ഒന്ന് സ്തുതിക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ? ആ ആരാധനയിൽ നന്മയിൽ നാം നിലനിൽക്കുന്ന സമയം, അതിൻ്റെ പ്രയോഗത്തിൽ ഏർപ്പെടുന്ന സമയമത്രയും ആ പടച്ചവനെ മനസ്സുകൊണ്ട് സ്തുതിക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ? ആകയാൽ നമ്മുടെ നന്മകളിലൊക്കെയും ഒരു ഊർജമായി അൽഹംദുലില്ലാ നിലകൊള്ളുന്നു എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ട് എത്ര പറഞ്ഞാലും, ഇന്നൊരു സുഹൃത്ത് ചോദിച്ചു, ഇന്നിപ്പോ റബ്ബുൽ ആലമീന് അങ്ങോട്ട് പറഞ്ഞിട്ട് അർ റഹ്മാൻ റഹീമിലേക്ക് കേറൂലേ? അങ്ങനെ നമുക്ക് പെട്ടെന്ന് കേറി പോകാം. എന്തിനാ അങ്ങനെ ധൃതി കൂട്ടുന്നത്? ഇതൊന്ന് കംപ്ലീറ്റ് പഠിച്ചിട്ട് പോരെ. ഞാൻ കുറ്റപ്പെടുത്തല്ല, ഞാൻ അറിയാൻ വേണ്ടി പറയാൻ. ഒരു സംഗതി നമ്മൾ അറിയണം. ഈ ഒരു വാക്ക്, ഏത് വാക്ക്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാക്ക് മനസ്സിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അതിനോളം മൂല്യമുള്ള, അതിനോളം വിലയുള്ള ഒരു വാക്ക് വേറെ ഇല്ല. വെറും അധര വ്യായാമത്തിന്റെ ഭാഗമായി നാവുകൊണ്ട് ഉരുവിടലല്ല ഞാൻ പറഞ്ഞത്. മനസ്സിനെ സ്വാധീനിക്കും വിധത്തിൽ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അൽഹംദുലില്ലാ എന്നൊന്ന് വെളിയിലേക്ക് ഒരു തവണ വന്നു കിട്ടിയാൽ അതിനോളം വിലയുള്ള, മൂല്യമുള്ള ഒരു വാക്ക് ലോകത്ത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മറ്റൊന്നില്ല സഹോദരന്മാരെ. മറ്റേത് നേട്ടങ്ങളെക്കാളും അനുഗ്രഹങ്ങളെക്കാളും ഈ ഒരു വാക്കിനാണ് വില എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറ്റേത് നേട്ടങ്ങളെക്കാളും അനുഗ്രഹങ്ങളെക്കാളും വില അൽഹംദുലില്ലാ എന്ന വാക്കിന്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കോടി രൂപ കിട്ടി, ഒരു കോടി രൂപ കച്ചവടത്തിലോ അല്ലാതെയോ ഒരു കോടി രൂപ കിട്ടി, അല്ലെങ്കിൽ വലിയൊരു സമ്പത്ത് കിട്ടി. മനസ്സിൽ തട്ടി പറഞ്ഞു അൽഹംദുലില്ലാ. ഈ വാക്കിനാണ് ആ കോടിയേക്കാൾ അല്ലാഹുവിങ്കൽ വില എന്നാണ് ഇസ്ലാം പറയുന്നത്. ആ കോടിയേക്കാൾ അത് കിട്ടിയ കാരണത്താൽ പറഞ്ഞ അൽഹംദുലില്ലക്കാണ് അല്ലാഹുവിങ്കൽ മാർക്കറ്റ്. മാരകമായ ഒരു രോഗത്തിൽ നിന്ന് ശമനം കിട്ടി, ക്യാൻസർ സുഖപ്പെട്ടു. അല്ലാഹു ആ മഹാമാരിയിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുആ ചെയ്യല്ലാതെ വഴിയില്ല. നമ്മുടെ ഭക്ഷണവും വായുവും വെള്ളവും ഒക്കെ വിഷമയമായിരിക്കുകയാണ്. അത് സുഖപ്പെടും. അള്ളാഹുവിന്റെ നിശ്ചയമുണ്ടെങ്കിൽ അതും സുഖപ്പെടും. എൻ്റെ ഒരു കൂട്ടുകാരൻ, പെരുമ്പാവൂരിലുള്ളൊരു കൂട്ടുകാരൻ, കാര്യമായ അവയവത്തെയാണ് ഇവൻ കയറി പിടിച്ചത്. വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. വെല്ലൂരിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു, കീമോ തെറാപ്പിയൊക്കെ കൊടുത്തു. ഇന്ന് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതെ ആള് ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണവും അടയാളവും ക്ഷീണമൊന്നും ഇപ്പം ഇല്ല. അപ്പൊ അള്ളാഹു അതും സുഖപ്പെടുത്തും. അള്ളാഹ്ക്ക് അതിനും കഴിവുള്ളവനാണല്ലോ. ആരുടെയെങ്കിലും പ്രാർത്ഥന അള്ളാഹ് കബൂൽ ചെയ്താൽ, ഇങ്ങനെ ഒരു മഹാരോഗത്തിൽ നിന്ന്, മാരക രോഗത്തിൽ നിന്ന് ശിഫ കിട്ടി, ശമനം കിട്ടി, പറയൂലേ, ഉള്ളു തട്ടി പറയൂലേ അൽഹംദുലില്ലാ. ആ വാക്കിനാണ് ആ ക്യാൻസറിൽ നിന്ന് കിട്ടിയ ശിഫയേക്കാൾ, ശമനത്തെക്കാൾ, ആ ആരോഗ്യത്തെക്കാൾ അല്ലാഹുവിങ്കൽ വിലയുള്ളത് ആ അൽഹംദുലില്ലക്കാണ്. മനസ്സ് തട്ടിപ്പറഞ്ഞ ആ അൽഹംദുലില്ലക്കാണ്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ ആശയം പല ശൈലിയിലും ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്ക് എന്തൊരു നേട്ടം കിട്ടുമ്പോഴും നമ്മളൊന്ന് ഉള്ളു തട്ടി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആ നേട്ടത്തെക്കാൾ വലിയൊരു നേട്ടം അതുകൊണ്ട് കിട്ടുകയാണ്. ആ നേട്ടം കൊച്ചൊന്നുമല്ല, ചെറുതൊന്നുമല്ല. സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, മനസ്സമാധാനാകട്ടെ, എന്താകട്ടെ, അതിനേക്കാൾ ഉയർന്ന ഒരു അനുഗ്രഹത്തിനൊരു വേദി ഒരുങ്ങുകയാണ്. അള്ളാഹു ചാൻസ് തരികയാണ്. ആ ചാൻസ് നാം മറക്കരുതേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ. അള്ളാഹു ഏതൊരു മനുഷ്യനെ അനുഗ്രഹിച്ചാലും, അള്ളാഹു അവന്റെ ഏതെങ്കിലും ഒരു അടിമക്കൊരു ഗുണം ചെയ്താൽ, ഫഖാല അൽഹംദുലില്ലാഹ്, ഈ ഗുണം കിട്ടിയ അടിമ ഓർമ്മയോടെ, ബോധത്തോടെ മനസ്സിൽ തട്ടിപ്പറഞ്ഞു, സർവസ്തുതിയും അല്ലാഹ് നിനക്കാകുന്നു, എനിക്ക് ഈ അനുഗ്രഹം തന്ന നാഥ, ഇതിന് മാത്രമല്ല സർവസ്തുതിയും നിനക്കാകുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ ഇല്ലാ കാനല്ലദീ അഅതാഹു അഫ്ളല മിമ്മാ അഖദ, അവനാ ലഭിച്ച അനുഗ്രഹത്തെക്കാൾ ഇവൻ നീ പറഞ്ഞ വാക്കാണ് ഉത്തമമായിട്ടുള്ളത്, അള്ളാഹുവിലേക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ളത്. അള്ളാഹ്ക്ക് കൊടുത്തത് വല്ല വിലയുണ്ടോ? അത് ധനാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഈ കൊടുക്കൽ അള്ളാഹ്ക്ക് വല്ല മാർക്കറ്റും ഉണ്ടോ? വല്ല വിലയും അതിന് കൽപ്പിക്കുന്നുണ്ടോ? ഞാനൊരു ഹദീസ് പറഞ്ഞോട്ടെ നിങ്ങളോട്. പടച്ച തമ്പുരാന്റെ അടുക്കൽ ഈ ഭൗതിക ലോകത്തെ വിഭവങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ, ധനത്തിന് അല്ലാഹു വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ, ദുനിയാവിനെ അല്ലാഹു മാനിച്ചിരുന്നുവെങ്കിൽ, എത്രത്തോളം ജനാഹ ബഊള, ഒരു കൊതുകിന്റെ ചിറകിനോളം, ജനാഹൈ ബഊള എന്നല്ല പറഞ്ഞത്, ഒരു കൊതുകിന്റെ 2 ചിറകിനോളം എന്നല്ല പറഞ്ഞത് നബി തങ്ങള്. ജനാഹ ബഊള, ഒരു കൊതുകിന്റെ 1 ചിറകിനോളം ഈ ദുന്യാവിലെ സ്വത്തിന് മുഴുവൻ അല്ലാഹു മാർക്കറ്റിട്ടിരുന്നുവെങ്കിൽ, വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ, മാ സഖാ കാഫിറൻ ശുർബത മാ, ഒരു നിഷേധിക്കും ഒരു കവിൾ വെള്ളം അല്ലാഹു കുടിപ്പിക്കില്ലായിരുന്നു. അള്ളാഹുവിന്റെ കണക്കില് ഒരു കൊതുകിന്റെ 1 ചിറകിനോളം അള്ളാഹിന് വിലട്ടിരുന്നെങ്കിൽ, മാ സഖാ കാഫിറൻ ശുർബത മാ, ഒരു കവിള് വെള്ളം ഒരു കാഫിറിനും അല്ല കൊടുക്കൂലായിരുന്നു. എന്തേ കൊടുത്തത്? കവിള് വെള്ളം എന്നല്ല, ആകെ കൊടുക്കുക, ബഹറന്നെ കൊടുക്കുകയാണ്. എന്താ കൊടുക്കാത്തത്? എന്താ അത് കാരണം? 1 ചിറകിനോളം, ഒരു കൊതുകിന്റെ 1 ചിറകിനോളം. എന്നാൽ ആ അനുഗ്രഹം വഴി വലിയ ഒരു ആത്മീയ നേട്ടം, പാരത്രിക ലാഭം, ഇസ്ലാമിലെ മുന്നേറ്റം അൽഹംദുലില്ലാ കൊണ്ട് സാധ്യമാകും. ആ കൊടുത്തതിനേക്കാൾ അഫ്ളലാണ് കേട്ടോ അവൻ ആ പറഞ്ഞ അൽഹംദുലില്ലാ എന്ന്. വേറെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നദ്ദുനിയാ കുല്ലഹാ ബിഹദാഫീരിഹാ ബിയദി റജുലിൻ മിൻ ഉമ്മത്തി, ഈ ദുനിയാവും കുല്ലഹ, അത് അടങ്കലും, ബിഹദാഫീരിഹ, അതിലുള്ള സകല മെറ്റീരിയലുകളെല്ലാം, ബിയദി റജുലിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ഒരാളുടെ കയ്യിലെത്തി, അധികാരത്തിലെത്തി. സുമ്മ ഖാല, ഇത് കിട്ടിയ ആ വ്യക്തി, ഈ ഉമ്മത്തിലെ മെമ്പർ പ്രഖ്യാപിച്ചു അൽഹംദുലില്ലാ എന്ന് പ്രഖ്യാപിച്ചാൽ, ലകാനത്ത് അൽഹംദുലില്ലാ അഫ്ളല മിൻ ദാലിക്, അവൻ ആ ദുനിയാവ് മുഴുവൻ കിട്ടിയതല്ല, മാർക്കറ്റുള്ളത്, അഫ്ളലായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത് ഈ ഒരു വാക്കിനാൻ. അപ്പൊ ഈ വാക്കിന്റെ നമ്മളിപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ എന്ന് പോയാൽ പോരാ. ആ ഹംദ് നമ്മുടെ ജീവിതത്തിലേക്ക്, നിസ്കാരത്തിന്റെ പുറത്തേക്ക് ഇങ്ങോട്ട് വരണം. നിസ്കാരം 5 നേരത്തെ ഒരു ഏർപ്പാട് മാത്രമല്ലല്ലോ, അത് ജീവിതത്തിൽ കണ്ടിന്യൂ ആയിട്ട് മരണം വരെ നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ് നിസ്കാരം.
അവരുടെ നിസ്കാരത്തിൽ ദായിമൂൻ നിത്യമാകുന്നവർ എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. ഇഖാമത്തു സ്വലാത്ത് എന്നാ പറഞ്ഞത്, നിസ്കാരത്തെ നിലനിർത്തുക എന്നാ, സ്ഥാപിക്കുക എന്നാണ്. ഇവിടെ ഈ പള്ളിയിൽ ജമാഅത്ത് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അത് കാലാകാലവും നിലനിൽക്കുക എന്നാണ്. ഇഖാമത്ത് എന്നുള്ള പ്രയോഗമാണ്. അപ്പൊ ഈ നിസ്കാരം 5 നേരത്തിനിടയിലും അതിന്റെ എനർജി വരണം. ഇത് ചാർജിങ് ആണല്ലോ. മൊബൈൽ വർക്ക് ചെയ്യാൻ ചാർജ് ചെയ്യണം. ദിവസത്തിൽ 1 നേരം, അല്ലെങ്കിൽ ഉപയോഗത്തിനനുസരിച്ച് 2 നേരം. എന്തിനാണ് ഈ ചാർജിങ്? ചാർജിങ്ങിന്റെ നേരത്തെ ഉപയോഗിക്കാനാ? ചാർജ് ചെയ്യണ നേരത്തെ ഉപയോഗിക്കാനാണോ ചാർജിങ്? അല്ലല്ലോ. എന്തിനാണത്? ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ഉപയോഗിക്കാനല്ലേ, അപ്പോഴും അതിന്റെ അത് വർക്കിംഗ് ആകാനല്ലേ. ഇതുപോലെ നിസ്കാരത്തിന്റെയും കഥ. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഫാത്തിഹയിൽ ഞാനും നിങ്ങളും ഓതുമ്പോൾ നിസ്കാരത്തിന്റെ പുറത്തേക്കും സർവേശ്വരനായ നാഥനോടുള്ള സ്തുതി കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം, പുറത്തേക്ക് വരണം. അതാണ് പറയുന്നത്. അതിന് വലിയ വില ഉണ്ട്. ആ വില കിട്ടാപ്പോ കോടികൾ കിട്ടേണ്ടി വരുമോ, ദുന്യാവ് മൊത്തം കിട്ടേണ്ടി വരുമോ, ക്യാൻസർ സുഖപ്പെടേണ്ടി വരുമോ? അങ്ങനെയൊന്നുമില്ല. സാധാരണക്കാരുടെ നിത്യജീവിതത്തിൽ ഈ നേട്ടം കൊയ്യാനാകും. അപ്പൊ നമ്മൾ പറഞ്ഞ ഹദീസിൽ വലിയ കാര്യങ്ങൾ വെച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്. ആനക്കാരിയേ ഉള്ളൂ, ചേനക്കാരി ഇല്ല. അപ്പൊ ആനക്കാര്യം പറഞ്ഞതിൽ ചെറുതും അതിൽ പെട്ടു. അതിന് വേറെ ഹദീസാണ് ഇമാം മുസ്ലിമിന്റെ ഹദീസ്. സാധാരണക്കാരായ ആളുകളുടെ നിത്യജീവിതത്തിലും ഈ വലിയ നേട്ടം, ഈ ഹംദിന്റെ നേട്ടം, സ്തുതി കീർത്തനങ്ങളുടെ ഫലം സമ്പാദിച്ചെടുക്കാൻ പറ്റും. ഇന്നല്ലാഹ തആല ലയർളാ അനിൽ അബ്ദി, ഒരു സത്യവിശ്വാസിയായ അടിമയെ അള്ളാഹു തൃപ്തിപ്പെടുന്നുണ്ട്, അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എന്താ അവൻ ചെയ്തത്? ആ ഇഷ്ടത്തിന് എന്തേ നിദാനം? എന്തേ ഇഷ്ടപ്പെടാൻ കാരണം? അയ്യഅകുലൽ ഉകുലത ഫയഹ്മദഹു അലൈഹാ ഔ യശ്റബ ശുർബത ഫയഹ്മദഹു അലൈഹാ. ഒരു പിടി ഭക്ഷണം കഴിച്ച് മനസ്സ് തട്ടി അൽഹംദുലില്ലാ പറഞ്ഞു. ഒരു കവിൾ വെള്ളം, ഒരു മുറുക്ക് വെള്ളം, ഇറക്ക് വെള്ളം. ഔ യശ്റബ ശുർബത, ഒരു ഇറക്ക് വെള്ളം കുടിച്ചു. ഫയഹ്മദഹു അലൈഹാ, എന്നിട്ടൊന്ന് അൽഹംദുലില്ലാ പറഞ്ഞാൽ ആ അടിമനയോട് അള്ളാഹ്ക്ക് വലിയ തൃപ്തിയാണ്. സ്വഹീഹ് മുസ്ലിം. ഈ വേറൊന്ന് പറഞ്ഞുതരാം. ഈ കിട്ടിയ നിയമത്തൊക്കെ പലപ്പോഴും നഷ്ടം. വീട്ടിലോ മുറ്റത്തോ തടിയിലോ അത് കാണാനല്ല. ഇതൊക്കെ അസുഖം. അതിന് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലൊരു പ്രധാനപ്പെട്ട സാധനം കേടുന്നു, അത് മാറ്റി വെക്കേണ്ടി വന്നു. ഇങ്ങനെ ആ വന്ന കാശ് പോയ വഴി കണ്ടില്ല. എന്തേ ഈ അനുഗ്രഹം ഇങ്ങനെ ആയത്? ഹംദ് മറന്നാൽ, സ്തുതിയുടെ കാര്യത്തിൽ ഒരുത്തൻ പിശുക്ക് കാണിച്ചാൽ ആ തന്ന അനുഗ്രഹത്തെ അള്ളാഹുവിന് തിരിച്ചെടുക്കാൻ എളുപ്പമാണ്, തിരിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കേട്ടോ, കിട്ടിയതിൽ അള്ളാനെ സ്തുതിച്ചിട്ടില്ലെങ്കിൽ, മറന്നാൽ ഈ തന്നത് തിരിച്ചെടുക്കാൻ അള്ളാഹ്ക്ക് എളുപ്പമുണ്ട്. ഇത് പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. പഠിച്ചോടെ കിട്ടിയത് പോവും, എന്നാ കിടക്കട്ടെ അൽഹംദുലില്ലാ. അപ്പൊ ഒരു ആവേശം അല്ലേ? ഈ ആവേശത്തിലായിരിക്കാൻ പാടില്ല. അവനോട് മര്യാദക്ക് വന്നിട്ടില്ലെങ്കിൽ ആചേരി കൊല്ലത്തെ ചക്കാത്ത് തരൂല. അതുകൊണ്ട് ആചേരിക്ക് ഇബ്രാനാചേരാണെങ്കിലും ഒന്ന് ചിരിച്ചെടുക്കുക. ആർട്ടിഫിഷ്യൽ സ്മൈൽ, ഒരു കൃത്രിമ ഇളി അല്ലേ? ഈ മൈൻഡ് ഇതൊരു വസ്തുതയാണ്. നമ്മൾ അള്ളാനെ മറന്നു, അള്ളാനെ സ്തുതിക്കുന്നിടത്ത് നമ്മൾ കുറച്ച് പിശുക്ക് കാണിച്ചാൽ അള്ളാഹ് തിരിച്ചെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹംദുലില്ലാഹ് അമാനുൽ ലിന്നിഅമതി മിൻ സവാലിഹാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് അമാനുൻ, നിർഭയത്വമാണ്, ധൈര്യമാണ്. അള്ളാഹുവിനെ സ്തുതിക്കൽ നിർഭയത്വമാണ്, ധൈര്യമാണ്. ഏത് വിഷയത്തിൽ? ലിന്നിഅമതി മിൻ സവാലിഹാ, ലഭിച്ച അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനുള്ള നിർഭയത്വം അൽഹംദുലില്ലയിൽ കിട്ടും. അത് നീങ്ങിപ്പോകില്ല എന്ന ധൈര്യം അൽഹംദുലില്ലാ കൊണ്ട് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ചെറിയ അൽഹംദുലില്ലാ. എത്ര തഫ്സീറൊക്കെ നോക്കിയിട്ട് പിന്നെയും കാണാത്തത് കാണുക. നീ അൽഹംദുലില്ലാ നിർത്തുക എന്ന് തീരുമാനിച്ചു നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ പലതും പിന്നെയും കാണുകയാണ്. അതിൽ നിങ്ങളുമായി പങ്കുവെക്കൽ അനിവാര്യമായത് തന്നെ കാണുക. എത്രത്തോളം മനുഷ്യരുടെ വാക്കും പ്രവൃത്തികളും രേഖപ്പെടുത്താൻ എഴുതി വയ്ക്കാൻ നിയുക്തരായ മലക്കുകൾ, കിറാമുൻ കാത്തിബൂൻ എന്ന് പേരുള്ള മലക്കുകൾ, അടിമയുടെ സ്തുതി കേട്ട് സത്യവിശ്വാസിയുടെ അൽഹംദുലില്ലാ കേട്ടിട്ട് അത് രേഖപ്പെടുത്തുന്നിടത്ത് പരിഭ്രമിച്ചു. എന്തുകൊണ്ട്? ആ അൽഹംദുലില്ലയുടെ മൂല്യം പടച്ചോനെ ഞാൻ എഴുതി കൊച്ചാക്കിയാല് ചുരുങ്ങിപ്പോകുമല്ലോ എന്ന് മലക്കുകൾ വിചാരിക്കുകയാണ്. വേറെ ഒരു ദിക്റിനുമില്ലാത്ത മഹത്വം അത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അത് എഴുതി വെക്കും. അതിനൊക്കെ ഓരോ അക്ഷരത്തിൽ അൽഹംദുലില്ലാ അല്ലാഹുവിനെ സ്തുതിക്കുന്ന, പ്രത്യേക രീതിയിൽ സ്തുതിക്കുന്നത് എഴുതി വെക്കാൻ വരുന്ന മലക്കുകൾ പരിഭ്രമിച്ചിട്ട് അവര് എഴുത്തിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവായിട്ട് ബന്ധപ്പെടും. ഇബ്നു മാജ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ കേൾക്കാം, ഇന്ന അബ്ദൻ മിൻ ഇബാദില്ലാഹ്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അള്ളാഹുവിന്റെ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസൻ, ഒരു സത്യവിശ്വാസി, ഖാല അവൻ പറഞ്ഞു, യാ റബ്ബി ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക്. പഠിച്ചോട്ടോ, അത് പഠിച്ചോ, ഇത് പഠിച്ചോ, ഈ ഹംദ് പഠിച്ചോ. അൽഹംദുലില്ലാ നമുക്കറിയാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമുക്ക് പരിചയമുണ്ട്, ഇതും പരിചയം ഉണ്ടാവും. ഉസ്താദുമാരൊക്കെ ദുആയുടെ മുമ്പ് ഉള്ള ഹംദ് ഇങ്ങനെയാണ് സാധാരണ, ഈ വിധത്തിലാണ് ചൊല്ലാറുള്ളത്. യാ റബ്ബി ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക് എന്ന് അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ സ്തുതിച്ചു. എന്താ അതിന്റെ അർത്ഥം? ഈ സ്തുതിയുടെ അർത്ഥം എങ്ങനെ? യാ റബ്ബി, എൻ്റെ നാഥനായ അല്ലാഹുവേ, എന്നെ പോറ്റുന്നവനായ അല്ലാഹുവേ, ലക്കൽ ഹംദ്, നിനക്ക് സർവസ്തുതിയും, കമാ യംബഗി ലിജലാലി വജ്ഹിക, നിന്റെ അത്യുഗ്രമായ മുഖത്തിന് ചേരുന്ന സ്തുതി, വഅളീമി സുൽത്താനിക്, നിന്റെ മഹിതമായ അധികാരത്തിന് ചേരുന്ന സ്തുതി. അള്ളാഹ്ക്ക് ചേരുന്ന, ഇണങ്ങുന്ന സ്തുതി. ഓരോരുത്തർക്കും അനുയോജ്യമായതല്ലേ കൊടുക്കേണ്ടത്. അള്ളാഹുവേ, നിനക്ക് യോജിക്കുന്ന, നിന്റെ ഗാംഭീര്യമായ അധികാരത്തിനും വിശിഷ്ടമായ മുഖത്തിനും ചേരുന്ന, യോജിക്കുന്ന വിധത്തിലുള്ള സ്തുതിയാണ് നിന്നോട് എനിക്ക് പറയാനുള്ളതല്ലാ. ഇതാണ് ഈ വാക്കിനർത്ഥം. യാ റബ്ബി ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക, നിന്റെ അധികാരത്തോടും നിന്റെ ബഹുമാന മുഖത്തോടും ചേരുന്ന ഒരു സ്തുതി നിന്നെ ഞാൻ സ്തുതിക്കുന്നു അല്ലാ എന്ന് അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ സ്തുതിച്ചാൽ അത് രേഖപ്പെടുത്താൻ രണ്ട് മലക്കുകൾ ഉടനെ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ വാക്കും രേഖപ്പെടുത്തുമല്ലോ. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, വിശുദ്ധ ഖുർആൻ. ഒരക്ഷരം വിടൂലാണ്, ഒരക്ഷരം വിടൂലല്ലോ. അപ്പൊ ഇത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ട് മലക്കുകൾ വരും. വന്നിട്ട് അവർ പരിഭ്രമിക്കും, പടച്ചോനെ ഞങ്ങൾ ഇത് എഴുതിയാല് ഉള്ളൂലല്ലോ. ചിലത് ഭാഷയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റൂല, മനസ്സിലുള്ള ആശയം ഭാഷയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റൂല, മനസ്സിലുള്ള സങ്കടം കരച്ചിലും പറച്ചിലും ഉൾക്കൊള്ളിക്കാൻ പറ്റൂല, അതിനപ്പുറത്തിരിക്കും അതുണ്ടാവുക. ഈ ജാതി ഹംദാണ്. ഞാനിപ്പോ നിങ്ങളോട് അതിന്റെ അർത്ഥം പറഞ്ഞു, അത് അതിന്റെ നേരെ മലയാള വിവർത്തന, അതിലൊന്നും നിൽക്കൂല അതിന്റെ ആശയ ഗാംഭീര്യം. അതുകൊണ്ട് പടച്ചോൻ ഇത് എങ്ങനെ ഇപ്പൊ രേഖപ്പെടുത്താൻ? കിറാമുൻ കാത്തിബൂനായ എഴുത്തുകൊണ്ട് നിയുക്തരായ മലക്കുകള് പരിഭ്രമിച്ച് നിൽക്കുകയും ഫലം യദിരിയാ കൈഫ യക്തുബാനിഹാ, ഈ ഹംദ് എങ്ങനെ എഴുതുമെന്നറിയാതെ ഫസഇദാ ഇലസ്സമാ, രണ്ട് മലക്കുകളും ആകാശത്തേക്ക് കയറിപ്പോകും. ഇനിയിപ്പോ ഫ്ലൈറ്റ് ഒന്നും പിടിക്കണ്ട, ചന്ദ്രയാനും വേണ്ട, അല്ലേ?
യൂസുഫ് അലൈഹിസ്സലാമേ കിണറ്റിൽ വീണില്ലേ ആ സഹോദരന്മാരെ, ആ കരയിൽ നിന്ന് ഒരൊറ്റ വിളിയാണ് അള്ളാനെ. ആ വിളിച്ചപ്പോ താഴേക്ക് എത്തുന്നതിന്റെ മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പിടിച്ചൊക്കെ കാണുന്നു. വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ 7 ആകാശം മതിയവർക്ക്. ഈ 2 മലക്കുകള് ഈ ആകാശത്തിൽ ചെന്നിട്ട് ഫഖാല അവർ 2 പേരും പറഞ്ഞു, യാ റബ്ബന, പടച്ചോനെ ഞങ്ങളെ രക്ഷിതാവേ, അബ്ദൻ ഖദ് ഖാല മഖാലതൻ ലാ നദ്രി കൈഫ നക്തുബുഹാ, നിന്റെ ഒരു അടിമ നിന്നെ സ്തുതിച്ചിട്ടുണ്ട് അല്ലാ, അതെങ്ങനെ എഴുതുക എന്ന് ഞങ്ങൾക്കറിയില്ല തമ്പുരാനെ എന്ന് ഈ 2 മലക്കുകളും അള്ളാഹുവിന്റെ മുമ്പാകെ പറയുമ്പോ ഫഖാലല്ലാഹു തആല ലഹുമാ, ഈ 2 മലക്കുകളോട് അള്ളാഹ് ചോദിക്കുകയാണ്, മാദാ ഖാല അബ്ദി വഹുവ അഅലമു ബിമാ ഖാല അബ്ദുഹു, എന്റെ ദാസൻ പറഞ്ഞത് ആരെക്കാളും അള്ളാഹ്ക്ക് അറിയാം, മലക്കുകളെക്കാളും അറിയാം, പറഞ്ഞവരെക്കാളും അറിയാം. എങ്കിലും ഈ ദാസന്റെ അടിമ ഹംദ് ഒന്നുകൂടെ ഇവരുടെ വായിൽ നിന്ന്, ഇവരുടെ വാക്കിൽ നിന്ന് പുറത്തു വരട്ടെ, അവൻ അംഗീകാരം കിട്ടട്ടെ എന്ന നിലക്ക് അറിയുന്ന അള്ളാഹ് ചോദിച്ചു, എന്താ മലക്കുകളെ എന്റെ അടിമ പറഞ്ഞത്, എങ്ങനെ അവൻ എന്നെ സ്തുതിച്ചത്? ഫഖാല, അവർ പറഞ്ഞു, ഇന്നഹു ഖദ് ഖാല, ആ അടിമ സ്തുതിച്ചത് ഇങ്ങനെയാണ്, യാ റബ്ബി ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅലീമി സുൽത്താനിക എന്ന് മലക്കുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹ് പറയാണ്, ഉക്തുബാഹാ കമാ ഖാല അബ്ദി ഹത്താ യൽഖാനി ഫഅജ്സിയഹു ബിഹാ, നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, എൻ്റെ അടിമ എന്താണോ പറഞ്ഞത് അത് അങ്ങനെ എഴുതിക്കോളൂ, അതിൻ്റെ വീര്യം ചോരും ആശയം പോകുന്നൊന്നും നിങ്ങളിപ്പോൾ പേടിക്കണ്ട, നിങ്ങൾ എൻ്റെ അടിമ എങ്ങനെയാണോ എന്നെ സ്തുതിച്ചത് അவ்விധത്തിൽ തന്നെ രേഖപ്പെടുത്തിക്കോളൂ. ഹത്താ ലഖിയനി, അവൻ എന്നെ കാണാൻ വരുമല്ലോ, മരിച്ചിട്ട് എൻ്റെ മുന്നിലേക്കാണല്ലോ വരിക, ഫഅജ്സിയഹു ബിഹാ, ഇതുകൊണ്ട് മാത്രം ഞാൻ അവന് വേണ്ടുന്ന അളവിലുള്ള പ്രതിഫലം ഞാൻ അവിടെ വെച്ച് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ നിങ്ങളെ പണിയെടുത്താൽ മതി, നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഏത് ഹംദപ്പത് പഠിക്കണ്ടേ നമ്മള്? അതുകൊണ്ട് ഈ ഉസ്താദുമാര് ദുആ ചെയ്യുമ്പോ എങ്ങനെ ദുആ ചെയ്യല്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ, അത് അങ്ങനെ ഇപ്പോ ഇതിൽ പറഞ്ഞില്ലല്ലോ. പിന്നെ പറയും, യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅലീമി സുൽത്താൻ. കൂട്ട പ്രാർത്ഥനയിൽ മാത്രമല്ല, നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ ഈ ഹംദ് ഉപയോഗിക്കണം. ഇതൊക്കെ ഏതോ മൊല്ലാക്കാന്റെ ഖുറാഫാത്താണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഉസ്താദുമാര് ദോരക്കുന്നത് ഖുർആനിലും ഹദീസിലുള്ളത് മാത്രമാണ്. എങ്ങനെ ദോർക്കല്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഹംദൻ യുവാഫി നിഅമഹു, എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായ സ്തുതി. വയുകാഫിഉ മസീദ, എനിക്ക് തന്ന അനുഗ്രഹങ്ങളുടെ അളവ് വെച്ച് എണ്ണിക്കണക്കാക്കിയിട്ടൊന്നുമല്ല, അതിനപ്പുറവും അല്ലാഹുവേ നിനക്ക് സ്തുതി. തന്നാ മാത്രം സ്തുതി, തന്നില്ലെങ്കിൽ സ്തുതി പറഞ്ഞാൽ ഇടങ്ങാറുള്ള സമയത്തൊന്നും സ്തുതി ഉണ്ടാവില്ലല്ലോ, പറ്റൂല. എനിക്ക് തന്നതിന് അളവിനോത്രം ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. വയുകാഫിഉ മസീദ, അതിനപ്പുറത്തും നിനക്ക് പ്രത്യുപകാരമായി പകരമായി സ്തുതി പറയാ പഠിച്ചോനെ. ഇതെവിടുന്ന്? അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിനോളം പഴക്കണ്ട് ഈ ഹംദിന്. ഏത് ഹംദിന്? ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അബാന ആദമ ലമ്മാ അഹ്ബതല്ലാഹു ഇലൽ അർള്, മനുഷ്യപിതാവിനെ ഭൂമിയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കുന്ന നേരത്ത്, ഏതായാലും സ്വർഗത്തിൽ നിന്ന് ഔട്ടാണ്. തൗബ ചെയ്തു ആദം നബി അലൈഹിസ്സലാം. കൂട്ടത്തിൽ അള്ളാനോട് ചോദിച്ചു, യാ റബ്ബി ദുല്ലനി അലാ കലിമതൻ തജ്മഉ ഫീഹൽ മഹാമിദ്. സർവജ്ഞനായ അല്ലാഹുവേ, നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല.
പക്ഷേ എല്ലാ സ്തുതി കീർത്തനങ്ങളും ഉൾക്കൊണ്ട ഒരു ക്യാപ്സൂൾ വാക്ക്, ഒരൊറ്റ വാക്ക്, അതിലെല്ലാ സ്തുതിയും അടങ്ങണം. അങ്ങനത്തെ ഒരു വാക്കൊന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഭൂമിയിൽ ചെന്ന് ഞാൻ ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തമായി ഞാൻ നിന്നെ സ്തുതിക്കാം അല്ലാ. നിന്നെ മറക്കാതിരിക്കാൻ, നിന്റെ അനുഗ്രഹങ്ങളെ അവഗണിക്കാതിരിക്കാൻ, സദാ എന്റെ നാവിൽ നിന്ന് ഉയർത്താൻ ഒരു സ്തുതി, ആ സ്തുതിക്ക് വേണ്ട വാക്ക് എല്ലാ സ്തുതി കീർത്തനങ്ങളും ഉൾക്കൊണ്ട ഒറ്റ വാക്ക് എനിക്ക് പഠിപ്പിച്ചു തരൂ അല്ലാ. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് വെളിയിൽ പോകുന്ന നേരത്ത് അള്ളാഹിനോട് ചോദിച്ചു, നിന്നെ സ്തുതിക്കാൻ പറ്റിയ ഒരു ഒറ്റ വാക്ക്, ഒരു ക്യാപ്സൂള്, അതിലെല്ലാം ഹംദ് ഉൾക്കൊള്ളണം. فأوحى الله إلى آدم عليه السلام. ഉടനെ അല്ലാഹു ആദം നബിക്ക് അറിവ് നൽകി, അൻകുൽ, പറഞ്ഞോളൂ എല്ലാ ഹംദും ഉൾക്കൊണ്ട അത്യുന്നതമായ സ്തുതി കീർത്തനം പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. ഒന്ന് പഠിച്ചോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. സർവലോക രക്ഷിതാവിനാണ് സർവസ്തുതിയും. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. എനിക്ക് എണ്ണിയാലും കണക്കാക്കിയാലും തീരാത്ത അനുഗ്രഹങ്ങൾ തന്ന അല്ലാഹ്, അതിനനുസരിച്ച് നിനക്ക് സ്തുതിയാണ്, അതിനപ്പുറവും നിനക്ക് സ്തുതിയാണ്. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅലീമി സുൽത്താനിക. നിന്റെ മഹിതമായ അധികാരത്തിനും ഗാംഭീര്യമുള്ള മുഖത്തിനും ചേരുന്ന തരത്തിലുള്ള സ്തുതി അത് നിനക്കാണ്. ഇത് പറഞ്ഞാല് ഹംദ് പൂർത്തിയാവുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അൽഹംദുലില്ലാ, സർവസ്തുതിയും ഹംദ് എന്ന് അറബിയിൽ പറയും, മലയാളത്തിൽ സ്തുതി എന്ന് പറയും. എന്താ ഈ സ്തുതി? മലയാളത്തിൽ സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഹംദിന്റെ നിർവചനം മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞത് അസ്സനാഉ ബിൽ ജമീലിൽ ഇഖ്തിയാരി, അതാണ് ഹംദ്. മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് ഉണ്ടാകുന്ന നന്മകള്, മനുഷ്യന്റെ പരിശ്രമം കൊണ്ടുണ്ടാകുന്ന നന്മകളുടെ പേരിൽ ആ മനുഷ്യനെ പുകഴ്ത്തുക, ആ മനുഷ്യനെ വാഴ്ത്തുക, പ്രകീർത്തിക്കുക, ഇതാണ് ഹംദ്. എന്ത്? പരിശ്രമം കൊണ്ടുണ്ടാകുന്ന നന്മകളുടെ പേരിൽ ആ മനുഷ്യനെ വാഴ്ത്തി പറയാ, പുകഴ്ത്തി പറയാ, ഇതാണ് സ്തുതി. മനുഷ്യന്റെ അധ്വാനം കൊണ്ടുണ്ടാകുന്നത്. അധ്വാനം കൊണ്ടല്ലാതെ ഉണ്ടാകുന്ന നന്മകളോ? ഉദാഹരണം സൗന്ദര്യം പോലെ. ഞാനിപ്പോൾ എൻ്റെ ഈ കോലൊന്ന് മാറണം, മൂക്കൊന്ന് ചെറുതാകണം, ചെവി ഒന്നും കൂടി ഷെയ്പ്പാകണം എന്ന് ഞാൻ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? അതിനു വേണ്ടി പ്ലാസ്റ്റിക് സർജറി ഒക്കെ നടത്താം. മൈക്കിൾ ജാക്സൺ ആക്കിയാൽ മതി, വിചാരി ചെയ്ത്താൻ്റെ മോന്തയാവും. അതേ ആവുള്ളൂ. മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അല്ലേ, പോപ്പ് ഗായകൻ. അയാൾ കുറച്ച് നിറം കുറഞ്ഞിട്ട് അയാൾ പ്ലാസ്റ്റിക് സർജറിയിൽ മുഖം മാറ്റി. പിന്നെ ഉണ്ടായിരുന്ന ഒരു കുരങ്ങിൻ്റെ മോന്തേന്ന് പിന്നെ ഉണ്ടായി. അള്ളാഹ് പ്ലാനിട്ട് വരച്ചുണ്ടാക്കി, അള്ളാഹു സംവിധാനിച്ചു വെച്ചത് നമ്മൾ മാറ്റാൻ നോക്കിയാൽ നടക്കൂല. അതിലേറെ കോലം കെട്ട് പോവുള്ളൂ. ഇപ്പം തന്നെ എവിടുന്നെങ്കിലും ഒരു തൊലി പോയി, ഒരു പീസ് പോയാൽ കാൽത്തുടയിൽ നിന്നോ വേറെ ഇവിടുന്ന് ഒരു പീസൊക്കെ എടുത്ത് മെഡിക്കൽ ട്രസ്റ്റിൽ നിന്നൊക്കെ വെച്ച് തരും. അവിടെ കാണാൻ മുഴച്ച് നിൽക്കണം. എത്ര സമർത്ഥന്മാരായ ഡോക്ടർമാരാണെങ്കിലും ഇതൊന്നും അള്ളാഹിനോട് മത്സരിച്ചാൽ നടക്കണ കേസല്ല. അപ്പോ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല, അത് പ്രകൃതിപരമാണ്. മനുഷ്യന്റെ അധ്വാനം കൊണ്ടുണ്ടാകുന്ന ഒരു നന്മയല്ല സൗന്ദര്യം. ആരോഗ്യം, ആയുസ്, ഇത് മനുഷ്യന്റെ അധ്വാനം കൊണ്ട് മാത്രം ഉണ്ടാവില്ല. അള്ളാഹു വരദാനമായി തരണം ആയുസ്, അള്ളാഹു തരണ ആരോഗ്യം. എത്ര കെയർഫുള്ളായിട്ട് ആരോഗ്യ പ്രതിരോധ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാലും. എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു രാമൻകുട്ടി, ഒരുപാട് വയസ്സുള്ള ആളായിരുന്നു, കുറേ വയസ്സൊക്കെ ജീവിച്ചു. അവസാനം ക്യാൻസർ വന്നിട്ട് മരിച്ചത്. ജീവിതത്തിലൊരു ബീഡി അയാൾ വായിൽ വെച്ചിട്ടുണ്ടാവില്ല, മുറുക്കിയിട്ടുണ്ടാവില്ല, കള്ള് പറഞ്ഞ സാധനത്തിന് മണം കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് ക്യാൻസർ വന്നാ മരിച്ചത്. അപ്പോ കരുതൽ കൊണ്ട് മാത്രമാവൂല, ഇത് പ്രകൃതിപരമാണ്. ആരോഗ്യമാണെങ്കിലും ആയുസ്സാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും അതിൻ്റെ പേരിൽ സ്തുതിക്കാൻ പറ്റൂല. ഒരാൾ നല്ല ഗ്ലാമറാണ്,
ഞാൻ അവനെ സ്തുതിക്കുന്നു അവന്റെ സൗന്ദര്യത്തിന്റെ പേരിൽ പറയാൻ പറ്റില്ല. എന്താ കാരണം? എപ്പോഴും എങ്ങനെ വരിക? അവന്റെ പരിശ്രമം കൊണ്ടും അധ്വാനം കൊണ്ടും ഉണ്ടായ നന്മകളുടെ പേരിലാണ് സ്തുതി വരിക. അസ്സനാഉ ബിൽ ജമീലിൽ ഇഖ്തിയാരി എന്നാണ് മഹാന്മാരൊക്കെ ഈ ഹംദിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ഉദാരമതിയായി നല്ല ദാനം ചെയ്യുന്ന ആളാണ്, ഒരാൾ ജനസേവകനായി, ഒരാൾ വിധവകൾക്ക് വേണ്ടി അനാഥകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളായി, ഒരാൾ സൽസ്വഭാവിയായി ദുസ്വഭാവം ഒഴിവാക്കിയിട്ട് ഇവരൊക്കെ സ്തുതിക്കാം. കാരണം അവന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടുള്ള നന്മ. ചുരുക്കി പറയട്ടെ, ഈ സ്തുതി ഉണ്ടല്ലോ, ഈ സ്തുതി 4 തരം. ഒന്ന്, സൃഷ്ടാവിനെ സ്തുതിക്കുക. 2, സൃഷ്ടാവ് സൃഷ്ടിയെ സ്തുതിക്കുക. 3, സൃഷ്ടാവ് സ്വയം സ്തുതിക്കുക. 4, സൃഷ്ടികളെ സ്തുതിക്കുക. പറഞ്ഞ സംഗതി ഇതൊക്കെ പഠിക്കണം അൽഹംദുലില്ലാഹില്. ഈ സ്തുതി എന്ന് പറയുന്നതിന് 4 രൂപങ്ങളുണ്ട് സ്തുതിക്കുന്നതിന്. 1, സൃഷ്ടികൾ സൃഷ്ടാവിനെ സ്തുതിക്കുക. 2, സൃഷ്ടാവ് സൃഷ്ടികളെ സ്തുതിക്കുക. 3, സൃഷ്ടാവ് സ്വയം സ്തുതിക്കുക. 4, സൃഷ്ടിയെ തന്നെ സ്തുതിക്കുക. ഇതിന് 4നും ഖുർആനിൽ ഉദാഹരണം കാണാൻ പറ്റും. 4നും ഖുർആനില് ഒന്ന് ഏതായിരുന്നു പറഞ്ഞിരുന്നത്? സൃഷ്ടാവിനെ സ്തുതിക്കുക. ഇതിന് എത്ര ഉദാഹരണം ഉണ്ട്? നബിമാരൊക്കെ സ്തുതിച്ചതിന് അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ. ധാരസ്തുതിയാണ്. കേട്ടിട്ട് മനസ്സിലാവില്ലേ? ഇത് നബി സ്തുതിച്ചതാ. ഏത് നബിയായിരിക്കും സ്തുതി? അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവൻ ആരാണെന്നറിയോ? എനിക്ക് ഓശാരമായി സമ്മാനമായി തന്നു എന്റെ വാർദ്ധക്യകാലത്ത് ഇസ്മാഈല വ ഇസ്ഹാഖ്, ഇസ്മാഈൽ ഇസ്ഹാഖ് സന്തതികളെ എനിക്ക് ഓശാരമായി പ്രതീക്ഷയറ്റുപോയ കാലത്ത് സമ്മാനിച്ച അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഇന്ന റബ്ബി ലസമീഉദ് ദുആ, എന്റെ നാഥൻ വിളി കേൾക്കുന്നവനാണ് എന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം സാഹചര്യം സമ്പ്രദായം അനുസരിച്ച് ഒരു 100 വയസ്സായ പിന്നെ കുട്ടികളുണ്ടാവില്ല. ഭാര്യയാണെങ്കിലോ ചർമ്മൊക്കെ ചുക്കി ചുളിഞ്ഞു പോയി. പിന്നെ എങ്ങനെ ഉണ്ടാവുക? എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു, പടച്ചോനെ എനിക്കൊരു അനന്തരാവകാശിയെ തരണം എന്ന് പറഞ്ഞപ്പോ, അപ്പൊ അള്ളാഹ് കൊടുത്തപ്പോ ഉറപ്പല്ലേ, എന്റെ റബ്ബ് ചവിടുപൊട്ടനല്ല, കേൾക്കും നിനക്ക് ഉറപ്പാണ്. ഇതാര ഹംദാണ്? നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഹംദാണ്. എത്ര നബിമാര് സ്തുതിച്ചത് കാണാം. അപ്പോ സൃഷ്ടിലോകം സൃഷ്ടാവിനെ സ്തുതിക്കുന്നതിന് എമ്പാടും ഖുർആനിൽ ഉദാഹരണം പറയാൻ പറ്റും. രണ്ടേതാണ് സൃഷ്ടാവ് സൃഷ്ടിയെ സ്തുതിക്കുക. ഇപ്പൊ ഉണ്ടാകുമോ? ഉണ്ട്. സ്തുതി എന്ന് പറഞ്ഞപ്പോ എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ? സ്തുതി പറഞ്ഞാൽ എന്താ? ഒരാളുടെ പരിശ്രമം കൊണ്ടുണ്ടാകുന്ന നന്മയിൽ അയാളെ വാഴ്ത്തുക, അയാളെ പുകഴ്ത്തി പറയാ, ഇതാണ് സ്തുതി. നബിമാരെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അള്ളാഹു ധാരാളം വാഴ്ത്തിയത്, പുകഴ്ത്തി പറഞ്ഞത് ഖുർആനിലുണ്ട്. എന്റെ പ്രിയങ്കരനായ ദാസൻ നിഅമൽ അബ്ദ്. അള്ളാഹു അൽഹംദുലില്ലാ എന്നല്ല പറയാ, അള്ളാഹു പുകഴ്ത്തുന്ന ഒട്ടനവധി പ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. നബിമാരെയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെയും അവരുടെ പരിശ്രമ ഫലമായിട്ടുണ്ടായ നന്മകളുടെ പേരിൽ അള്ളാഹു വാഴ്ത്തിയത്, പ്രകീർത്തിച്ചത് എമ്പാടും ഖുർആനിൽ കാണാൻ പറ്റും. അത് സൃഷ്ടാവ് സൃഷ്ടിയെ സ്തുതിക്കലാണ്. ഉദാഹരണം പറഞ്ഞപ്പോ തീരൂല, അതുകൊണ്ടാണ്. 3, സൃഷ്ടാവ് സ്വയം. അതേതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് വേറെ ആരും പറഞ്ഞതൊന്നുമല്ലല്ലോ, അള്ളാഹിനെ തന്നെ സ്തുതിക്കുകയാണ്. ഫാത്തിഹയിലുള്ള സ്തുതി അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുക നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. അത് സൃഷ്ടാവ് സ്വയം എന്ന 3-ാം രൂപമാണ്. 4-ാമത്തെ രൂപം
അത് കുറച്ച് റോങ് അല്ലേ? സൃഷ്ടികളെ സ്തുതിക്കുക എന്നുള്ളത് അത് മോശമല്ലേ? മോശമല്ല, അത് വേണ്ടതാ, വേണ്ടിടത്ത് വേണ്ടതാ. നമ്മൾ മഹാന്മാരെ, നബിമാരെ, ഔലിയാക്കളെ പ്രകീർത്തിക്കുന്നത്, പുകഴ്ത്തുന്നത് ഇതിന്റെ ഭാഗമാണ്. അതെവിടെ തെളിവ് ഉസ്താദെ? ഖുർആനിൽ തെളിവുണ്ട്. പുകഴ്ത്തണം, സ്തുതിക്കണം. സ്തുതിക്കേർഹമായ കാര്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഓ, അവന്റെ ആ സേവനം സ്തുത്യർഹമാണ് എന്ന് വെച്ചാൽ സ്തുതിക്കാൻ അർഹത ഉണ്ട്. അതാണ് അതിന് മലയാളത്തിലായ വാക്കിനർത്ഥം. സൃഷ്ടിയെ സ്തുതിക്കൽ അത് ഖുർആനിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സ്തുതിക്കണം. അതെവിടെ? എത്ര സ്ഥലത്താ? വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. വദ്കുർ ഫിൽ കിതാബ്, ഖുർആനിന്റെ ഭാഗമായി തന്നെ പറയണം നബിയെ, അനുസ്മരിക്കണം നബിയെ, ഓർക്കണം നബിയെ. ആരെ? ഇബ്രാഹിം. ഇബ്രാഹിമിനെ ഏത് ഐറ്റംസില്? ഖുർആന്റെ ഐറ്റംസിൽ തന്നെ. ഖുറാഫാത്തായിട്ടല്ല, വാറോലയായിട്ടല്ല, അന്ധവിശ്വാസമായിട്ടല്ല, ബിദ്അത്തായിട്ടല്ല. വദ്കുർ ഫിൽ കിതാബി, വിശുദ്ധ ഖുർആനിന്റെ സബ്ജക്റ്റ് ആയിട്ട് തന്നെ നബിയെ ഇബ്രാഹിമിനെ കുറിച്ച് പറയണം എന്നാണ് ഇതിനർത്ഥം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം, വിശുദ്ധ ഖുർആനിന്റെ ഭാഗമായി തന്നെ എന്റെ ചങ്ങാതിയായ മിത്രമായ ഇബ്രാഹീമിനെ കുറിച്ച് പറയണം. ഞാൻ കുറച്ച് പറയട്ടെ, എന്നിട്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾ പറഞ്ഞാ പോരെ, ഞാൻ പറയട്ടെ ആദ്യം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. സൂറത്ത് മറിയമിൽ കാണത് മനോഹരായിട്ട്. ഇന്നഹു കാന സിദ്ദീഖൻ, പരമ സത്യസന്ധനായിരുന്നു എന്റെ ഇബ്രാഹിം. അല്ലാഹ് പറയാണ്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ആ പണിന്ന് ഞാൻ മാറി നിൽക്കണില്ല, ഞാൻ കുറച്ച് പുകഴ്ത്തട്ടെ. എന്നിട്ട് പുകഴ്ത്തുകയാണ്. നബിയായിരുന്നു. ഇബ്രാഹിം നബിക്ക് മാത്രാണോ? അല്ല. വദ്കുർ ഫിൽ കിതാബി മൂസാ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യാ. ഖുർആനിന്റെ ഭാഗമായി തന്നെ മൂസയെ കുറിച്ച് പറയണം, മൂസയെ സ്തുതിക്കണം, മൂസയെ പ്രകീർത്തിക്കണം. ഇന്നഹു കാന മുഖ്ലസൻ, ഞാൻ സെലക്ട് ചെയ്ത കൂട്ടത്തിൽപ്പെട്ട സെലക്റ്റഡ് ആയ ഒരു മനുഷ്യനായിരുന്നു, പ്രവാചകനായിരുന്നു മൂസ അലൈഹിസ്സലാം. വകാന റസൂലൻ നബിയ്യാ, ദൂതനായിരുന്നു, നബിയായിരുന്നു. ഇത് നബിമാർക്ക് മാത്രമാണ് തെറ്റിദ്ധരിക്കാതിരിക്കാൻ നബി അല്ലാത്ത ഒരാളെ പേരും കൂടി അവിടെ പറഞ്ഞു. അതാണും അല്ല, പെണ്ണുമാണ്. വദ്കുർ ഫിൽ കിതാബി മറിയം, നബിമാർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ എന്നില്ല, ആണുങ്ങൾക്ക് മാത്രം പുരുഷമേധാവിത്വം അങ്ങനെയും വിചാരിക്കണ്ട. അല്ലാഹ് ഇഷ്ടപ്പെട്ടോ അവരെ നിങ്ങളാണ് പറഞ്ഞോളൂ, അവരെ നിങ്ങൾ സ്തുതിക്കണം, ഞാനും സ്തുതിക്കുകയാണ് അല്ലാഹു. മറിയമിനെ ഉപമകളാണ്. ഒരു മറിയം ബീവി മാത്രം വാഴ്ത്തുക എന്നുള്ളതല്ല, മറിയം ബീവിയുടെ ആ സ്വഭാവത്തിലും രീതിയിലും വിശ്വാസത്തിലും ഒരു പുതിയ മറിയമ വന്നാല് അവളെ വാഴ്ത്തലും സുന്നത്താ, ഖുർആനികമായിട്ട് വാഴ്ത്തലും സുന്നത്താണ്. അല്ലെങ്കിൽ ഇപ്പോ മക്കത്തുണ്ടായിരുന്ന മുന്തിരിക്കള്ള് മാത്രമല്ല ഹറാമാവുള്ളൂ. ഇന്നിപ്പോ മണല്ലാത്ത വോഡ്ക, എന്തൊക്കെ പേര്, ജിൻ ടോണിക് എന്തൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഹറാമാവില്ലല്ലോ. അതെങ്ങനെ ഹറാമായത്? അത് ഖിയാസാണ്. ഇതുപോലെ നല്ല മനുഷ്യന്മാരുടെ സ്വഭാവമുള്ള ആളുകൾക്ക് ആ വിധി വരും. അങ്ങനെ തന്നെ ഉള്ളത്. അപ്പോ സൃഷ്ടിയെ വാഴ്ത്തുക, പുകഴ്ത്തുക, ഇങ്ങനെ ഒരു റൂട്ടുണ്ട്. ഇനി ഒരു സംഗതി മനസ്സിലാക്കുക, നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? സ്തുതി അവനാണ്, മുഹമ്മദിനാണ്, സ്തുതി ഇബ്രാഹിമിനാണ്, സ്തുതി അബൂബക്കറിനാണ്, സ്തുതി നഫീസാക്കാണ്, മറിയാമക്കാണെന്നൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. ശരിയാണ്,
ശരിയാണ്. എന്ന് വെച്ചാൽ ഹംദിന് 4 രൂപങ്ങൾ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവസാനത്തെ 3 രൂപങ്ങളും ഒന്നാമത്തതിന്റെ ഭാഗം തന്നെയാണ്. 4 രൂപം ഇപ്പൊ ഖുർആൻ കൊണ്ട് നമ്മൾ പറഞ്ഞു സ്തുതിക്ക്. നമ്മൾ പറയുന്നത് എല്ലാ സ്തുതി അല്ലാഹ് നിനക്കാണെന്നാണ്. ശരിയാണ്. നാം ആരെ സ്തുതിച്ചാലും, ഒരു മുഅ്മിൻ എന്തിനെ സ്തുതിച്ചാലും, മഹാന്മാരെ സ്തുതിച്ചാലും ആത്യന്തികമായി അത് ഒന്നാമത്തതിന്റെ ഭാഗമാണ്, അഥവാ സൃഷ്ടാവിനെ സ്തുതിക്കുന്നതിന്റെ ഭാഗമാണ്. ഇപ്പൊ ഞാന് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നല്ല ഭക്തിയുള്ള, മതബോധമുള്ള, സംശുദ്ധ ജീവിതം നയിക്കുന്ന ഈ ജമാഅത്തിലൊരു മെമ്പറെ ഞാൻ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്, നിന്റെ ജീവിതം അല്ലാഹു കബൂലാക്കട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ അവനെ ഞാൻ വാഴ്ത്തുമ്പോൾ സത്യത്തിൽ ആ വാഴ്ത്തിൽ എങ്ങോട്ടാ എത്തുന്നത്? അങ്ങനെയല്ലേ ഉള്ളത്? എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹു ആയതുകൊണ്ട് ഒരു പടപ്പ് മറ്റൊരു പടപ്പിനെ വാഴ്ത്തുമ്പോൾ, സ്തുതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ സ്തുതി ചെന്നെത്തുന്നത് ഉടമസ്ഥനായ അല്ലാഹുവിലാണ്. നമ്മളിപ്പോ ഇബ്രാഹിം നബിയെ വാഴ്ത്തുന്നത് എന്തിനു വേണ്ടിയാ? അള്ളാഹുവിൽ നിന്ന്, അല്ലെങ്കിൽ അള്ളാഹ്ക്കില്ലാത്ത എന്തോ കഴിവ്, അള്ളാഹുവിൽ നിന്ന് വേറിട്ടിട്ട് എന്തോ കഴിവ്, അള്ളാഹ് അറിയാണ്ട് ചുളിവില് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഗവൺമെന്റിനെ വെട്ടിപ്പടത്തുന്ന മാതിരി ഈ ചുളിവില് മേടിച്ചു തരാൻ വേണ്ടിയാണോ? അല്ല, നമ്മൾ അള്ളാഹിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വാഴ്ത്തുന്നത്. അപ്പോ ഈ 4 രൂപങ്ങൾ പറഞ്ഞല്ലോ നമ്മള്. അവസാനത്തെ 3 രൂപങ്ങൾ, ഹംദിന്റെ 3 രൂപങ്ങളും ഒന്നാമത്തെ ഇനത്തിന്റെ ഭാഗങ്ങളാണ്. ഈ ഒന്നിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും നിനക്കാണല്ലാഹ്. ഞങ്ങളാരെ സ്തുതിച്ചിട്ടുണ്ടെങ്കിലും, ആരെ പുകഴ്ത്തിയിട്ടുണ്ടെങ്കിലും, ഏതവന്റെ നന്മ കണ്ട് വാഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഉടമ നീയല്ലോ അല്ലാഹ്. അതുകൊണ്ട് സർവസ്തുതിയും നിനക്കാണ് അല്ലാഹ്. സർവസ്തുതി അല്ലാഹ്ക്കാണ് പറഞ്ഞ ഒരു സംശയമുണ്ട്. യുക്തിവാദികളും നിരീശ്വരവാദികളും അല്ലാഹനെ സ്തുതിക്കണില്ലല്ലോ, ഉണ്ടോ? നിഷേധിക്കൂട്ടം യുക്തിവാദികള്, നിരീശ്വരവാദികള്, ദൈവത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകള് അള്ളാനെ സ്തുതിക്കണില്ലല്ലോ. പിന്നെ സർവസ്തുതി എങ്ങനെ അള്ളാഹ്ക്കാവുക? അവരും സ്തുതിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ജീവവായുവും വെളിച്ചവും വെള്ളവും ഭക്ഷണവും അവരുണ്ടാക്കിയതല്ല. അവർ ചിന്തിക്കുന്ന തലച്ചോറും അവർ ആശയങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഹൃദയവും അവരെ മുത്തപ്പനോ ഉണ്ടാക്കിയതല്ല. ആണോ? അതല്ല ഉണ്ടാക്കിയതല്ല, അതാണ്. ആ അല്ലാഹു കൊടുത്ത ജീവവായു ശ്വസിച്ചുകൊണ്ട്, ശുദ്ധജലം കുടിച്ചുകൊണ്ട്, ആഹരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ പരമാർത്ഥത്തിന്റെ അകത്ത് നിന്ന് ശബ്ദമില്ലാതെ ഉയർന്നു വരുന്നുണ്ട്. ബിലിസാനിൽ ഹാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാവ് കൊണ്ട് അവർ സ്തുതിക്കുന്നില്ലെങ്കിലും അവരെ ജീവിതം കൊണ്ട് അവർ സ്തുതിച്ചു പോകുന്നുണ്ട്. നല്ല സുഖണ്ടല്ലേ? ഇപ്പോ അവരെ നാവ് കൊണ്ട് അംഗീകരിക്കില്ലെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് ശബ്ദമില്ലാതെ ഉയർന്നു വരുന്നുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന്. ഈ ഖുർആൻ ഈ ആശയം പറയുന്നുണ്ട്. എല്ലാ ഹംക്കുകളും, എല്ലാ കൊടും തെമ്മാടിക്കൂട്ടവും സുജൂദ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാനാണ് ചെയ്യിപ്പിക്കുന്നല്ല. അത് എവിടെ ഉള്ളത്? ആകാശത്തിലുള്ളതായാലും കൊള്ളാം, ഭൂമിയിലുള്ളതായാലും കൊള്ളാം, സുജൂദ് ചെയ്യിപ്പിക്കാതെ ഒരുത്തനെ ഞാൻ വിടൂല. ഒരു വിഭാഗം സത്യവിശ്വാസികൾ എന്നെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ബോധപൂർവം എൻ്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യും. അതിന് തയ്യാറില്ലാത്തവരെ ഞാൻ സുജൂദ് ചെയ്യിപ്പിക്കും. എങ്ങനെ? വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർള് തൗഅൻ വകർഹാ. അല്ലാഹുവിന് പ്രണാമം അർപ്പിക്കുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്. സുജൂദ് എന്ന് പറഞ്ഞാൽ 7 അവയവം വെച്ച ഈ കോല ഈ കൊള്ളണമെന്നില്ല. അള്ളാന്റെ മുന്നിൽ തലവരി കുനിക്കുക. ആകാശത്തുള്ളതെല്ലാം, ഭൂമിയിലുള്ളതെല്ലാം. വീരപ്പനും പെട്ടില്ലേ? ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞാല് എല്ലാം പെട്ടു, ഒരാളും ഒഴിവാവൂല. ഭൂമിയിലുള്ളവരും ആകാശത്തിലുള്ളവരും ഒക്കെ അടങ്കലും അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാണ്.
തൗഅൻ വകർഹാ. ആ സുജൂദ് രണ്ട് ഐറ്റംസ് ആണ്. ഒന്ന് തൗഅൻ, അനുസരിച്ചറിഞ്ഞുകൊണ്ട്. അതാണ് നമ്മൾ, അള്ളാഹു കബൂലാക്കട്ടെ, അനുസരിച്ചറിഞ്ഞുകൊണ്ടുള്ള സുജൂദ്. വകർഹൻ, നിർബന്ധിതരായി എന്റെ ബലാത്കാരത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് സുജൂദ് ചെയ്തു പോവാണ്. അത് വാക്കവനാണ്. അടിയാണ് കൊടുത്ത് അടിച്ചിട്ടാണ് പിപ്പിരിയാക്കി. പൈസയില്ല, രോഗമൊക്കെ പോടെ വന്ന് കുടുങ്ങിയാലോ ഞാനൊരൊറ്റ കരച്ചില്. അതൊരു സുജൂദാ. കഴിഞ്ഞവന്റെ കഥ അള്ളാന്റെ മുന്നിൽ തോറ്റെടുക്കണ്ടേ. എന്റെ കീർത്തനത്തിന് എന്നെ അനുസരിച്ചിട്ടില്ല, എന്നാൽ നിർബന്ധിതരായിട്ട് സുജൂദ് ചെയ്യാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് വളിലാലുഹും ബിൽ ഉദൂവി വൽ ആസാൽ. അവരുടെ നിഴലുകൾ രാവിലെയും വൈകുന്നേരവും സുജൂദ് ചെയ്യുന്നു. എന്ത് നട്ടുച്ച പറയാഞ്ഞേ? നട്ടുച്ചക്ക് എന്തുണ്ടാവില്ല, കാര്യമായിട്ട് നിഴലുണ്ടാവില്ല. രാവിലെയും വൈകുന്നേരത്തെ നിഴൽ എന്തുണ്ടാവും? കുറച്ച്. അപ്പൊ അവൻ എത്ര വലിയ മഹാനായാലും അവന്റെ ആ രൂപം മണ്ണിലാണ് കിടക്കുന്നത്. സുജൂദാണത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര കേമനായാലും ആദരണീയനായാലും എൻ്റെ എന്തെങ്കിലും ഒരു ചളിയിൽ വീഴുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. ഭൂമിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. അതാണ് വളിലാലുഹും ബിൽ ഉദൂവി വൽ ആസ്വൽ. അവരുടെ നിഴലുകൾ സുജൂദ് ചെയ്യുന്നു രാവിലെയും വൈകുന്നേരം. അതിപ്പോ ഈ വ്യക്തികളുടെ അവസ്ഥ. നീ ഈ നിഷേധിക്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആ സത്യത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയേണ്ടത്, ആത്യന്തികമായി അള്ളാഹുവിനോടുള്ള സ്തുതി ക്ലിയറാകുന്നത് അവിശ്വാസികളുടെ കാര്യത്തിലാണ്. കാരണം എന്താ? ഈ അവിശ്വാസികൾക്ക് അള്ളാഹു വായു കൊടുത്തു, വെള്ളം കൊടുത്തു, അന്നം കൊടുത്തു, സൗകര്യം കൊടുത്തു. അത് വെച്ചുകൊണ്ട് അവർ അള്ളാഹുവിനെതിരെ തിരിയാണ്. അവിശ്വാസികൾക്ക് അള്ളാഹു വെള്ളവും വായുവും ഭക്ഷണവും ആരോഗ്യം ആയുസ്സും കൊടുത്തു. ഈ അള്ള കൊടുത്തത് മേടിച്ചിട്ട് അത് വെച്ചിട്ട് അവർ അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുകയാണ്. എന്നിട്ടും അള്ളാഹു ആ ആനുകൂല്യം പിൻവലിക്കുന്നില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ആനുകൂല്യങ്ങളൊന്നും അള്ളാഹു പിൻവലിക്കുന്നില്ല. മാതാപിതാക്കൾ മക്കളെ പരിപാലിക്കുന്നു, ഡോക്ടർമാർ രോഗികളെ പരിപാലിക്കുന്നു, മാതാപിതാക്കൾ കൊച്ചു കുട്ടികളെ പരിപാലിക്കുന്നു. അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുമാർ, ഈ മാനസിക പ്രശ്നങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്ന മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഭ്രാന്തന്മാരെ ട്രീറ്റ് ചെയ്യുന്നു. കൊച്ചു കുട്ടികൾക്കും ഭ്രാന്തന്മാർക്കും അറിയണമെന്നില്ല ഞങ്ങൾ പരിപാലിക്കപ്പെടുകയാണെന്ന്. അതറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും കൊച്ചു കുട്ടികളുടെ ആക്രമണത്തിന് മാതാപിതാക്കൾ ഇരയാകാറുണ്ട്. ഗ്ലാസ് എടുത്ത് തള്ളനെ എറിഞ്ഞു, പൊട്ടി. ഭ്രാന്തന്മാരുടെ ആക്രമണത്തിന് ഡോക്ടർമാർ ഇരകളാകാറുണ്ട്. ഡോക്ടറെ ഇടിച്ചങ്ങോട്ട് വീഴ്ത്തി. ഈ അടിയും തൊഴിയും ഏറൊന്നും മാതാപിതാക്കളും ഡോക്ടർമാരും പരിഗണിക്കാറില്ല. അവരവരുടെ പരിപാലനത്തിൽ മുന്നോട്ട് പോകും. ഏതെങ്കിലും ഒരു തള്ളയെ ഒരു കുഞ്ഞ് ചിലപ്പോൾ അടിച്ച്, ആ കാരണത്താൽ ആ കുഞ്ഞിനെ തള്ള ഒഴിവാക്കുവോ? അത് തുടരും. പക്ഷേ ഉണ്ട്, ഈ തള്ള കുഞ്ഞിനെ പരിപാലിക്കുമ്പോൾ അതിൽ ചില സ്വാർത്ഥത ഉണ്ട്, കാര്യലാഭമുണ്ട്. നാളെ ഇവനാണ് എൻ്റെ കൈപ്പിടിച്ച് നടത്തുക, എനിക്ക് മരുന്ന് മേടിച്ചു തരാം ഇവനാ, എനിക്ക് താങ്ങും തണലാകുക ഇവനാ ഇവളാ എന്ന് തള്ളക്കും തന്തക്കും പ്രതീക്ഷ ഉണ്ടാവും. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ പഹയന്റെ ഭ്രാന്ത് മാറിയാലും മാറിയില്ലെങ്കിലും ഫീസിന്റെ നേരാവുമ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. ഇത് ഡോക്ടറിന് പ്രതീക്ഷയാണ്. റബ്ബുൽ ആലമീനായ അള്ളാഹു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് തരുന്നതിന്, ഒന്നും പരിപാലിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവിശ്വാസികളുടെ കാര്യത്തിലാണെങ്കിലും നിരീശ്വരവാദികളുടെ കാര്യത്തിലാണെങ്കിലും സത്യവിശ്വാസികളുടെ കാര്യത്തിലാണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നിപ്പോ നിങ്ങള് അഫ്ളലുൽ മഹാമിദ് പഠിച്ചു, മറന്നോ? ഏറ്റവും വലിയ ഹംദ് പഠിച്ചില്ലേ? അത് ഇൻഷാ അല്ലാഹ് തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്ന് വസിയ്യത്താക്കിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.